റയൽ മാഡ്രിഡിനെ ബെൻഫിക്ക 4-2 മുട്ടുകുത്തിച്ചു. വല്ലാത്തതായിപ്പോയി. എന്തായാലും റയൽ മാഡ്രിഡ് സാബി അലൻസൊക്കെ പോയിട്ട് പുതിയ കോച്ചിൻ്റെ കീഴിൽ അവർ ആ പുതിയ കോച്ചിൻ്റെ ശൈലിയൊക്കെ ഇങ്ങനെ അഡാപ്റ്റ് ചെയ്ത് വരുന്നേ ഉള്ളൂ. പക്ഷേ എന്നിരുന്നാലും എംബാപ്പെ, വിനീഷ്യസ് തുടങ്ങിയ കളിക്കാരൊക്കെ അണിനിരന്ന റയൽ മാഡ്രിഡിനെ ബെൻഫിക്ക 4-2 തോൽപ്പിച്ചു. ബെൻഫിക്കയുടെ കോച്ച് ആരാന്നറിയാലോ? മൗറീനോയുടെ ശിക്ഷണത്തിലുള്ള മൗറീനോയുടെ പിള്ളേര് റയൽ മാഡ്രിഡിനെ 4-2 തോൽപ്പിച്ചു. ഏതായാലും ബെൻഫിക്കയുടെ ഹോം ഗ്രൗണ്ടിൽ വെച്ചിട്ടാണ്, ലിസ്ബണിൽ വെച്ചിട്ടാണ് കളി നടന്നത്. 4-2 തോൽപ്പിച്ചു. അതിൻ്റെ അവസാനത്തെ ഗോൾ അടിച്ചത് ഒരു ഫ്രീ കിക്കുന്ന നമ്മുടെ ബെൻഫിക്കയുടെ ഗോൾ കീപ്പറായിരുന്നു. ഗോൾ കീപ്പർമാർ അധികം ഗോൾ അടിക്കണം നമ്മൾ കണ്ടിട്ടില്ല. എന്നാലും നമ്മുടെ അലിസൺ ഉൾപ്പെടെ കുറച്ച് പേരൊക്കെ ഗോൾ അടിച്ചിട്ടുണ്ട്. കുറച്ചധികം പേര് ഗോൾ അടിച്ചിട്ടുണ്ട്. എനിവേ ട്രുബിൻ ബെൻഫിക്കയുടെ ഗോൾ കീപ്പറായിരുന്നു ട്രുബിൻ ആണ് അവസാനത്തെ ഗോൾ അടിച്ചത്. 4-2 റയൽ മാഡ്രിഡിനെ തോൽപ്പിച്ചു. റയൽ മാഡ്രിഡിനെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഇക്കാലം നല്ല കാലമില്ല. കാരണം റയൽ മാഡ്രിഡിൻ്റെ എതിരാളികളായ ബാഴ്സലോണ 4-1 കോപ്പൻഹേഗനെ തോൽപ്പിച്ചപ്പോൾ ഇവർ 4-2 ബെൻഫിക്കയോട് തോറ്റു. എംബാപ്പെ ഡബിൾ ഗോൾ അടിച്ചു. വേറെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അസൻസിയോ 2 യെല്ലോ കാർഡ് കണ്ട് പുറത്തായി. റോഡ്രിഗോ 2 യെല്ലോ കാർഡ് കണ്ട് റോഡ്രിഗോയും പുറത്തായി. അപ്പോൾ കളി അവസാനിപ്പിച്ചപ്പോൾ റയൽ മാഡ്രിഡിൽ ടോട്ടൽ 9 പേര്, ഗോൾ കീപ്പർ അടക്കം 9 പേരേ ഉണ്ടായിരുന്നുള്ളൂ. 2 പേർ റെഡ് കാർഡ് കണ്ട് പുറത്ത് പോയി. മോശം പ്രകടനമാണ്, മോശം റിസൾട്ടാണ് റയൽ മാഡ്രിഡിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ. കാരണം കഴിഞ്ഞ ആഴ്ച തോന്നുന്നു റയൽ മാഡ്രിഡ്